എല്ലാ ആനകളും ഒരു സ്വഭാവമുള്ള ആനയല്ല. ഞാൻ ഇതിക്ക് മുമ്പ് കൊണ്ട് നടന്ന പാർവാന, അതിനൊരു ചങ്ങല പോലും വേണ്ട. ഞാൻ ചങ്ങലേ ഇടാറില്ല. നന്ദപ്പൻ അതല്ല സ്ഥിതി. പിന്നെ ഞാൻ ഈ ആന അടിച്ചിട്ട് ആകെ 4 മാസമായിട്ടുള്ളൂ. എനിക്ക് അത്രയും ഒരു റോട്ടിൽ കൂടെയൊക്കെ ചങ്ങലില്ലാണ്ട് കൊണ്ട് നടക്കാനുള്ള ഒരു ബന്ധമൊന്നും എനിക്ക് പുള്ളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാനിതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ കുറേ കമൻറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ഷിമിലിൻ്റെ പോലെ ആനേനെ കൊണ്ട് നടക്കുക, നിങ്ങൾ ചങ്ങല അഴിച്ചു വിടൂ, നിങ്ങളങ്ങനെ കമൻറ്റ്. മറ്റേ വരിസംഖ്യ അടക്കി കൊല്ലത്തെ വരിസംഖ്യ എടുത്തിട്ടുള്ള പിന്നെ 600 രൂപ ഉള്ളൂ. 100 രൂപ നമ്മുടെ നമ്മൾ തന്നെ തരും. നമ്മൾ നഷ്ടപ്പെടുന്നല്ല പറഞ്ഞു. അതിൻ്റെ ആ ഫുൾ അഡ്രസ്സില്ല, അഡ്രസ്സ് എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചാൽ മതി. ഈ ഗ്രൂപ്പിലില്ലേ? ഞാനൊരു പണിയാ, വാട്സപ്പിൽ നീ ഒരു ഹായ് അയക്കുക, ഞാൻ നമ്പർ തരാം. അവനെ വിളിച്ചാൽ മതി. അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. പൈസയൊക്കെ അവനെ അയച്ചോളൂ. പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ അപ്പം നിന്റെ നമ്പർ ഒന്നാന്ന് വിളിച്ചാൽ പറഞ്ഞാൽ മതി. അവനാവുമ്പോൾ അത് കൈയോടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അവനാ. ഹായ്. ഓ ചമ്മേ, മഴ വരാമുണ്ട്. മഴ ഇവിടെ ഒന്ന് നനഞ്ഞു. ഇനി പൊളിച്ചു കളയൊന്നും ബാക്കിയില്ല. ചങ്ങല അഴിച്ചു വിടൂ, ചങ്ങല അഴിച്ചു വിടൂ എന്ന് പറയുന്നത്. വീഡിയോസിൻ്റെ അടിയിലൊക്കെ അങ്ങനെ ഒരു പറയുന്നുണ്ട്, കാവേരി ആനെ ഷിമിലിൻ്റെ ആനെ ചങ്ങലയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നടക്കണില്ലേ, നിങ്ങൾക്ക് അങ്ങനെ കൊണ്ട് നടക്കണം, നിങ്ങൾ ആ ആന കൊണ്ട് നടക്കണ പോലെ കണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആൾക്കാരുകൾ പറയുന്നുണ്ട്. ഷിമിൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം ഞാൻ വിളിക്കുന്നത് ഷിമിലിനെയാണ്. ഞങ്ങൾ അത്രയും ബന്ധമുണ്ട്. പിന്നെ കാവേരി ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുവായ ഒരു ആനയാണ്. പിന്നെ അതിനെ വേറെ ആനക്കാരല്ല പരിപാലിക്കുന്നത്, ആ ഷിമിൽ തന്നെയാണ് പരിപാലിക്കുന്നത്. നമ്മുടെ ആനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആനയ്ക്ക് പഴയ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ആൾ മര്യാദക്കാരനായത് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ.
ഒരു 2 കമൻ്റൊക്കെ ആണെങ്കിൽ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് പിന്നെ പറയണുണ്ട് ഇങ്ങനെ നിങ്ങൾ അതുപോലെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ കമൻ്റ് ഇടുന്നേക്കാളും നല്ലത് ഇപ്പോൾ കുറേ വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ എന്നെ പോലെ ആന ചങ്ങലില്ലാതൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കാര്യം ഇതിന് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളോട് നല്ല ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വഴിയെ പോണ ജനങ്ങളോട് അത് ആനയ്ക്ക് ഉണ്ടാവണമെന്ന് അപ്പോൾ ഈ ആനയെ ചങ്ങലയൊക്കെ കൊണ്ട് അഴിച്ചു വിട്ട് കൊണ്ട് നടന്ന് ഇതെന്തെങ്കിലും പോണ വഴിക്ക് ആന പെട്ടെന്ന് പ്രകോപനായിട്ട് ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. വെറുതെ ഒരാൾ വന്ന് ഒരു ബൈക്കുമേന്ന് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മറിഞ്ഞു വീഴുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആന ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയില്ലേ. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടിച്ച് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഒരാളെ കൊണ്ട് പോലും സാധിക്കില്ല. വിടറ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഒരാളെ കൊണ്ട് പോലും സാധിക്കില്ല. അപ്പം അതിനെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങല. പിന്നെ ചങ്ങല ഇല്ലാതെ നടന്നാലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആന പെട്ടെന്ന് വഴക്കുണ്ടാക്കി എന്തെങ്കിലും ചെയ്തു. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്ന ഒരു വണ്ടി, നമ്മുടെ ആനയ്ക്കൊക്കെ ഈ വണ്ടിയും ഞോണ്ടി വിടുന്ന പരിപാടിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, പണ്ടുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ ആന എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കാണിച്ച് വണ്ടി എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് ചങ്ങല പോലും ഇല്ലാത്ത ആനനെ എങ്ങനെ വിശ്വസിച്ച് കയറി പിടിക്കും. അപ്പോൾ തെറ്റിദ്ധാരണകളുണ്ട്. ആനകൾ എല്ലാ ആനകളും ഒരു സ്വഭാവമുള്ള ആനയല്ല. ഞാൻ ഇതിക്ക് മുമ്പ് കൊണ്ട് നടന്ന പാറുവാന, അതിനൊരു ചങ്ങല പോലും വേണ്ട, ഞാൻ ഇതിന് ചങ്ങലേ ഇടാറില്ല. നന്ദപ്പൻ അതല്ല സ്ഥിതി. പിന്നെ ഞാൻ ഈ ആന അഴിച്ചിട്ട് ആകെ 4 മാസമായിട്ടുള്ളൂ. എനിക്ക് അത്രയും ഒരു റോട്ടിൽ കൂടെയൊക്കെ ചങ്ങലില്ലാണ്ട് കൊണ്ട് നടക്കാനുള്ള ഒരു ബന്ധമൊന്നും എനിക്ക് പുള്ളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാനിതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുക. അപ്പം ഞാൻ കുറേ കമൻറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ ഷിമിലിൻ്റെ പോലെ ആനേനെ കൊണ്ട് നടക്കുക, നിങ്ങൾ ചങ്ങല അഴിച്ചു വിടൂ, നിങ്ങളങ്ങനെ കമൻ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോവും. നിങ്ങൾക്കത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ചങ്ങലില്ലാണ്ട് പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് വന്ന് ചോദിച്ചാൽ ആദ്യം നിൻ്റെ ആനയുടെ ചങ്ങല എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറേ അത് അവിടെ ആനയോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് അവിടെ അഴിച്ചു വെച്ചേക്കാണെന്ന് അവരോട് പറഞ്ഞാൽ നീ ആദ്യം വണ്ടി കയറിക്കോ, ബാക്കി സംസാരമൊക്കെ അവിടെ പോയിട്ട്. പിന്നെ ഞാൻ ജയിലായി, കോടതിയായി, ജാമ്യമായി. ഞാൻ ഈ പണിയെ കൊണ്ട് നടന്നത് എനിക്ക് കിട്ടുന്നത് ഈ ഒരു പൈസയാണ്. ഞാനിതൊക്കെ കൊണ്ടുവന്ന് കോടതിയിൽ അടയ്ക്കണം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതികളുണ്ട്. അപ്പോൾ കമൻ്റ് ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ആനയും ഒരുപോലെ അല്ല. ഞാൻ ഈ ചങ്ങല ഞാൻ ഇവിടെ പറമ്പിൽ ചങ്ങല ഇടാറില്ല. അത് നോക്കിയിട്ട് കാലൊക്കെ നോക്കി കാല് കൈ ബാക്കിലേക്ക് ഒരു ചങ്ങല മാത്രം കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെന്താണെന്നറിയോ, ഇത് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതറിയ പോയി എന്നുള്ളത് പോവാണ്ടിരിക്കാനാണ് ചങ്ങലയെ പിടിച്ച് കെട്ടിയിട്ടേക്കണേ. പുറത്തേക്കടെ നടക്കുമ്പോൾ ചങ്ങലയൊന്നും ഇല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മുടെ നിയമങ്ങൾ അതിനെ അങ്ങനെ അതൊന്നും അനുവദിക്കുന്നില്ല. പിന്നെ ഞാൻ ആന ശരിയാണ്, എന്നോട് നല്ല സ്നേഹമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഉള്ളതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഒരു വിശ്വാസം ഞാൻ ഈ ആനയെന്നല്ല ഒരാനേനെ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. മനുഷ്യന്മാരെ തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല, പിന്നെയാണ് ആന. അത് നമ്മൾ പിന്നെ ആനയ്ക്ക് നമ്മളോട് നല്ല വിശ്വാസമാണ്, അതാണ് നമുക്ക് വേണ്ടത്. ആനയ്ക്ക് നമ്മളോട് നല്ല വിശ്വാസം ഉണ്ടാവണം. പക്ഷെ നമ്മളൊരിക്കലും ആനേനെ വിശ്വസിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കുക. എൻ്റെ സുഹൃത്തുക്കളായാലും പൂർവികന്മാരായാലും ആൾക്കാരായാലും അവർക്കൊക്കെ എന്തോ ഈ കൂടുതൽ അമിതമായി വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആനയിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ളൂ. 20 കൊല്ലം കൊണ്ട് നടന്ന നാരായണേട്ടനാണ് കുട്ടിശങ്കരനാനെ കൊന്നത്. 20 കൊല്ലം. പിന്നെ ഈ 4 മാസം എനിക്ക് വലുത് നോക്കണോ? അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് പഠിക്കാം. ഓക്കെ, ടാറ്റാ. എന്താ എൻ്റെ മോൻ്റെ പ്രശ്നം? നിനക്ക് ഞാൻ തിന്നാനിട്ട് തന്നിട്ടുണ്ട്. എൻ്റെ കൈ എങ്ങാനും ഓടിയാൽ മോൻ വിവരം അറിയും. നീ എന്നെ ഓരോന്ന് നാട്ടുകാരെ കൊണ്ട് നീ എന്നെ മറ്റേ കേൾപ്പിച്ചില്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഇല്ല അല്ലേ? എന്താ പറയൂ, നീ അത് തിന്നെ കേട്ടാ. നീ അവിടെ നിന്ന് തിന്നോ, കുറച്ച് നേരം ആടിക്കോ, വെയിലൊക്കെ കൊണ്ടോ, നല്ലതാ. എന്ന് ഈ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ നിൽക്കണേ. അപ്പം അവിടെ നിന്നോട്ടാ. കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത് വലുതും? കേട്ടാ മതി. എൻ്റെ മുതലാളി വന്നിട്ടുണ്ട് കേട്ടാ. ചോറ് തരും വൈകി. മുതലാളി ചോറ് തരും കേട്ടാ.
വെയിൽ കൊണ്ടുണ്ടോ? വെയിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കാം. സമയം 12:30 ആയിട്ടുള്ളൂ. ആടാൻ പോവാ? ആടിക്കോ? ഇവിടെ നിന്ന് ആടിയാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവായിരിക്കോ? ഇത്തിരി വെള്ളം കുടിച്ചാൽ കൊള്ളാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കണ്ടിട്ട് കുറച്ച് വെള്ളത്തിനാണോ എന്നൊരു സാധ്യത. കുറച്ച് വെള്ളം കൊടുത്തേക്കാം. കുറച്ച് വെള്ളം കുടിച്ചാൽ ശരിയാകുമല്ലോ.